ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 37 അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ വചനം അതീവ മനോഹരമായ ഒരു വാഗ്ദാനമാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുകയും അവനോടുള്ള ബന്ധം ആഴപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊപ്പം വരും എന്നതാണ്. ദൈവത്തെ മുൻപിൽ വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ അത് ശുദ്ധവും നന്മയുള്ളതുമായിരിക്കും. അപ്പോൾ അവൻ ആ ആഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി അവൻ നിറവേറ്റും. കാരണം അവ ദൈവത്തിൻ്റെ പദ്ധതിയോടൊപ്പം ചേർന്നവയാണ്. അതുകൊണ്ട് ആദ്യം ദൈവത്തെ അന്വേഷിക്കണം, അവനിൽ സന്തോഷിക്കണം, അവനിൽ ആനന്ദിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ തൻ്റെ ആഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിന്റെ ഏത് പ്രയാസത്തിന് നടുവിലും അവൻ നിനക്ക് വേണ്ടി അവൻ്റെ വാതിൽ അടയ്ക്കുകയില്ല, നിനക്ക് വേണ്ടി അവൻ തുറന്നു തരും. മത്തായി സുവിശേഷം 6 അധ്യായം 33 പ്രകാരം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഏത് വിഷയത്തിലായാലും നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ആമേൻ.